ഏതായാലും പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ബസ് സ്റ്റാൻഡ് വലിയൊരു വിഷയമായി നിലനിൽക്കുന്നതാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിന്റെ ബജറ്റ് അവതരണം കഴിഞ്ഞ ദിവസമായിരുന്നു. പയ്യന്നൂരിനും പ്രത്യാശിക്കാൻ ഒട്ടേറെ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 150 കോടി രൂപയാണ് ബജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തിനാകെ വകയിരുത്തിയിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ മാധ്യമ സമ്മേളനത്തിൽ പയ്യന്നൂർ എം.എൽ.എ. വി. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ കാര്യം എടുത്തു പറഞ്ഞു. ഏറെ കാലമായി മുടങ്ങിപ്പോയിരുന്ന പയ്യന്നൂരുകാരുടെ വലിയ സ്വപ്നമായിരുന്ന പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് വേണ്ടിയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വി. കുഞ്ഞികൃഷ്ണൻ എം.എൽ.എയുടെ മാധ്യമ സമ്മേളനത്തിലേക്ക്. അതുകൊണ്ട് നേരത്തെ അംഗീകരിച്ച ബഡ്ജറ്റിൽ കാര്യമായ മാറ്റം വരുത്താതെ പുതിയ ചില കൂട്ടിച്ചേർക്കലുകളെല്ലാം വരുത്തിക്കൊണ്ടുള്ളതാണ് പുതിയ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിലുള്ള പരിഗണന അതിൽ ലഭിച്ചിട്ടുണ്ട്. 22 പദ്ധതികൾ പയ്യന്നൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 7 പദ്ധതി അടങ്കിലത്തെ 20% ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ നടപടികൾ ആരംഭിക്കാമെന്നതാണ് പൊതുവായ കീഴ്വഴക്കം. അതനുസരിച്ച് 7 പദ്ധതികൾ 20% തുക ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ASും TSും എല്ലാം വാങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള 15 പദ്ധതികൾ അതിൽ ടോക്കൺ എമൗണ്ട് മാത്രമാണ് ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത്. അതെല്ലാ ബഡ്ജറ്റിലും ആ നിലയിൽ തന്നെയാണ്. അപ്പോൾ അത് പിന്നീട് അതിൻ്റെ തുടർ നടപടികളുമായി ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. പിന്നീട് അതിൻ്റെ TSും ASും എല്ലാം വാങ്ങേണ്ടതുണ്ട്. അതിന് ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ളതാണ് 15 ഇനങ്ങൾ ഉള്ളത്. ഏതായാലും പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ബസ് സ്റ്റാൻഡ് വലിയൊരു വിഷയമായി നിലനിൽക്കുന്നതാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. സാധാരണ ബസ് സ്റ്റാൻഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ഗവൺമെൻറ് നേരിട്ട് അതിന് സാമ്പത്തിക സഹായം നൽകാറില്ല. അപ്പോൾ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോയാൽ സമീപകാലത്തൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ മാർഗം എന്ന നിലയിലൊരു ആലോചന നടത്തിയപ്പോൾ കേന്ദ്ര ഫണ്ട് അതിനുവേണ്ടി അനുവദിക്കാം എന്ന ഒരു ഉപദേശം ലഭിക്കുകയുണ്ടായി. ആ നിലയിൽ ഞാൻ പയ്യന്നൂരിൻ്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എഴുതി നൽകിയതിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന നിലയിലാണ് അത് എഴുതിക്കൊടുത്തത്. ആ നിലയിൽ അത് ബഡ്ജറ്റിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുക സംബന്ധിച്ചൊരു സംശയമുണ്ട്. അത് ഓൺലൈനിൽ 8 കോടി എന്നുള്ള നിലയിലാണ്. ബഡ്ജറ്റ് പിന്നെ ബുക്കിൽ 5 കോടി എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. അത് അടുത്ത തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച ബജറ്റ് സമ്മേളനമുണ്ട്. പോയാൽ അത് നമുക്ക് സംശയം ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. അത് 5 കോടിയാണോ 8 കോടിയാണോ എന്നുള്ളത് ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. പയ്യന്നൂരിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് MLA എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൃഢീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കേണ്ടതുണ്ട്.
അപ്പോൾ പയ്യന്നൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായൊരു വികസന രേഖയ്ക്ക് രൂപം നൽകണം എന്ന് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. അത് ഈ ബഡ്ജറ്റ് സമ്മേളനം കഴിയുന്നതോടുകൂടി വിപുലമായ ഒരു വികസന സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ അതുപോലെ തന്നെ സംഘടനകളുടെ അതോടൊപ്പം തദ്ദേശ ഭരണാധികാരികളുടെ ഒക്കെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു വികസന രേഖയ്ക്ക് രൂപം നൽകാൻ സാധിക്കണം എന്നതാണ് ആഗ്രഹം. അതിനൊരു കരട് വികസന രേഖ തയ്യാറാക്കിയതിൽ അവതരിപ്പിക്കും. അതിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ആ വികസന രേഖയ്ക്ക് അന്തിമ രൂപം നൽകാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ അതിന് മുൻഗണന നിശ്ചയിക്കാൻ സാധിക്കണം എന്ന അഭിപ്രായമുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് നടപ്പാക്കേണ്ടുന്ന പദ്ധതികൾ ഏതൊക്കെ, ഒരല്പം സാവകാശം എടുത്തുകൊണ്ട് നടപ്പാക്കേണ്ടുന്ന പദ്ധതികൾ ഏതൊക്കെ എന്ന രീതിയിൽ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതാണ് നിലവിലുള്ള ഒരു ധാരണ. അപ്പോൾ ആ നിലയിലേക്ക് വേറെ വൈകാതെ തന്നെ ഈ ബഡ്ജറ്റ് സെഷൻ അവസാനിച്ചതിന് ശേഷം അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞത്, ഈ ചെറുപുഴ പഞ്ചായത്തിൽ ഈ പദ്ധതികളൊക്കെ അനുവദിച്ചപ്പോൾ അത് ചിലരുടെ വ്യക്തികളുടെ ഒരിടപെടലിൻ്റെ ഫലമായി അനുവദിച്ചതാണ് എന്ന് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു കാര്യം സൂചിപ്പിക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി. വ്യക്തികളൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഇത് MLA എന്ന രീതിയിൽ മണ്ഡലത്തിൽ നടക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ MLA നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ വിഷയങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തികൾ നിവേദനം കൊടുത്തില്ല എന്ന അർത്ഥത്തിലേ അല്ല. അപ്പം നിവേദനം വ്യക്തികൾ കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ബഡ്ജറ്റിൽ അത് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ MLA എന്നുള്ള രീതിയിൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി MLAക്ക് സമർപ്പിക്കുകയും അത് MLA ഗവൺമെൻറ്റിന് നൽകി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ചെറുപുഴ പഞ്ചായത്തിലെ ഈ കാര്യങ്ങളെല്ലാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ ഒരു പ്രചരണം അവിടെ നടക്കുന്നുണ്ട് എന്ന് ഇന്ന് രാവിലെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ എടുത്തുക.